നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഒരു അരക്കപ്പ് ബീഫും കുറച്ച് ബ്രെഡ് സ്ലൈസസും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല ടേസ്റ്റി മീറ്റ് ബോൾസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് ബീഫ് വേവിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3/4 വേവോളം വേവിച്ച ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കിയത്. ഇനി വേവിക്കാത്ത ബീഫാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാലപ്പൊടി ഇട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്താലും മതി, ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. ഒരു അര മിനിറ്റ് വഴറ്റിയതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ച ബീഫ് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായി പോകേണ്ട സവാള. ഇത് കഴിക്കാൻ നേരത്തെ സവാള ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പം ഞാനത് കാരണം ഒരുപാട് അങ്ങോട്ട് വഴറ്റി സോഫ്റ്റ് ആക്കാറില്ല. ഇനി അങ്ങനെ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒരു 1-2 മിനിറ്റ് നമുക്ക് വഴറ്റാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്, ചില്ലി പൗഡർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളകും കുറച്ച് പെരുംജീരകവും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളകാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ പെരുംജീരകവും കൂടി ക്രഷ് ചെയ്താണ്. അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ല എരിവ് ഉണ്ടാവും കേട്ടോ ഈ മസാലയ്ക്ക്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറക്കുക. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാകും. പിന്നെ ഇതും ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിൽ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡെല്ലാം കട്ട് ചെയ്ത് ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കാം. അത് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുക. വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങണം, അല്ലെങ്കിൽ ഇത് ഷേപ്പായി കിട്ടില്ല കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ നനയാതിരുന്നിട്ടുണ്ടെങ്കിൽ അടർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നടുക്കൊന്ന് വെച്ച് കൊടുക്കാം. മസാല ഒരുപാട് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് മസാല മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ ഷേപ്പായിട്ട് തന്നെ നന്നായിട്ട് ഷേപ്പായിട്ട് കിട്ടിക്കോളും. പിന്നെ ഇത് നമുക്ക് മുട്ടയിലോ ബ്രെഡ് ക്രംസിലോ ഒന്നും മുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരെണ്ണം കൂടി ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ മുങ്ങിയിരിക്കാനും പാടില്ല, വെള്ളം ഇല്ലാതെ ആവാനും പാടില്ല. വെള്ളം എത്താതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ വിട്ടുപോരും. ആ വെള്ളം എത്താത്ത ഭാഗം മൊത്തം വിട്ടുപോരും. ഇനിയിപ്പോൾ മസാലയൊക്കെ അതിയായി പോയിട്ടുണ്ടെങ്കിൽ, ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഷേപ്പ് ചെയ്യുമ്പോൾ മസാലയൊക്കെ ഇങ്ങനെ തള്ളി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബ്രെഡ് വെള്ളത്തിൽ മുക്കിയിട്ട് ആ പൊട്ടിയ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ കാണിച്ചു തരാം. ചെറിയ പീസ് ബ്രെഡ് എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. ഈ പൊട്ടിയ ഭാഗത്ത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് ബോൾസും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓയിൽ വേണം ചൂടാക്കാനായിട്ട്.
ഒരുപാട് ബ്രെഡ് ബോൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇടുമ്പം ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് മാത്രം ഇട്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ തമ്മിൽ. അപ്പോൾ കുറച്ച് കുറച്ച് മാത്രം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ സൈഡും തെന്നിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബോൾസ് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരുപാട് സമയവും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്